ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ നിഫ്റ്റി പലതവണ കറക്റ്റ് ചെയ്യുകയും ഫോളോ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നടന്ന ഫോളോ എന്ന് പറയുന്നത് 2 മാസത്തിനിടയിൽ ഏറ്റവും വലിയ ഫോളാണ്. 546 പോയിന്റ് താഴത്തേക്ക് വന്ന് ഏകദേശം 2.12% ഡൗണിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഈ ഒരു കറക്ഷൻ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. നമ്മുടെ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ്, ഏത് സമയം കറക്ഷൻ ഉണ്ടാവുമെന്ന് പല അനലിസ്റ്റുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനൊരു ട്രിഗർ പോയിന്റ് ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഇറാൻ ഇസ്രായേൽ ക്ലാഷ് തന്നെയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു ക്ലാഷ് ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റി വലിയൊരു ആശങ്ക മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന യുദ്ധത്തിലെ കാഷ്വാലിറ്റീസ് വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രിഗർ പോയിന്റാണ് ഇന്നത്തെ ഫോളിന് കാരണമായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഇറാൻ ഇസ്രായേൽ ക്ലാഷ് കാരണം ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടാകാൻ പോകുന്ന വർധനമാണ്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ ഏത് യുദ്ധം നടക്കുമ്പോഴും അത് ബാധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കമ്മോഡിറ്റിയാണ് ക്രൂഡ് ഓയിൽ. അപ്പോൾ ഇന്ത്യയിലെ പല കമ്പനികളും അവരുടെ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയലാണ് ക്രൂഡ് ഓയിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പല ഇന്ത്യൻ കമ്പനികളുടെയും പ്രോഫിറ്റബിലിറ്റിയെ വലിയ തോതിൽ ബാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ട്രിഗർ പോയിന്റായിട്ട് കാണുന്നത് സെബി കൊണ്ടുവന്നിട്ടുള്ള F&O സെഗ്മെന്റിൽ അഥവാ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ചില നിയന്ത്രണങ്ങളാണ്. അത് ഓവറോൾ മാർക്കറ്റിൻ്റെ വോളിയത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതും ഒരു ട്രിഗർ പോയിന്റായിട്ട് ഇന്ന് നിലകൊണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ചൈനീസ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ്. ചൈനീസ് മാർക്കറ്റ് ഇപ്പോൾ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുള്ളിഷ്നെസ്സിൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ റിലീസാക്കിക്കൊണ്ട് ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും ഹെവി ആയിട്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഇതൊരു അവസരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. പല നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ നമുക്ക് കറക്ഷനിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഒരു ഇൻവെസ്റ്റർ നോക്കേണ്ടത്. കാരണം ഈ സമയത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, മാർക്കറ്റിലേക്ക് കടന്നു വരികയാണ് വേണ്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ R4Iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ റിസ്ക് കുറവാണ്. അതുപോലെ ഇനിയും വലിയൊരു കറക്ഷൻസ് വരാൻ പോവുകയാണെങ്കിൽ തന്നെ വീണ്ടും നമുക്ക് ഡിപ്പിൽ വാങ്ങിക്കാൻ കഴിയുന്നത് ഇത്തരം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സ്റ്റോക്കുകളിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ ചില സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ സ്റ്റോക്ക് HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇവർ എയർക്രാഫ്റ്റും ഹെലികോപ്റ്റേഴ്സും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അതുകൂടാതെ അതിൻ്റെ റിപ്പയറും മെയിൻ്റനൻസും ഒക്കെ ചെയ്യുന്ന ഒരു PSU കമ്പനിയാണിത്. അപ്പോൾ യുദ്ധകാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സ്റ്റോക്കായിട്ടാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആണെന്ന് കാണാം. കഴിഞ്ഞ ഒരു വർഷം 122% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിരുന്നു. അപ്പോൾ ഇന്നത് 3% മുകളിൽ കറക്റ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 24% കറക്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2,85,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു ലാർജ് ക്യാപ് കമ്പനിയാണിത്. ROE 28ഉം ROC 38ഉമുള്ള വളരെയധികം പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. സെയിൽസ് ഗ്രോത്ത് 13.2ഉം പ്രോഫിറ്റ് ഗ്രോത്ത് 36.52 എന്നുള്ള ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 11% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 8% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് HAL. ഇവിടെ രണ്ടാമത്തെ സ്റ്റോക്കും യുദ്ധകാലത്ത് ചിന്തിക്കേണ്ട ഒരു സ്റ്റോക്കാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഈ അടുത്താണ് അത് നിഫ്റ്റി 50യിലേക്ക് എൻ്റർ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും മാനുഫാക്ചർ ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് എക്യുപ്മെൻ്റ് ആണ്. അവരുടെ ഇത്തരം സിസ്റ്റംസ് ഡിഫൻസിലാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് വാറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ള റിട്ടേൺ 100% മുകളിലാണ്. ഇന്നത് ഏകദേശം 2% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഇപ്പോൾ 18% കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഈ സ്റ്റോക്കിൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0 ആണെന്ന് കാണാം. ഒരു 0 ഡെറ്റ് കമ്പനിയാണിത്. മാർക്കറ്റ് ക്യാപ്പ് 2 ലക്ഷത്തിന് മുകളിലുള്ള കമ്പനിയാണ്. ROE 26ഉം ROC 34 എന്നുള്ള ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിൽ നമുക്ക് കാണാൻ കഴിയും. സെയിൽസ് ഗ്രോത്തും 15%, പ്രോഫിറ്റ് ഗ്രോത്തും 34% ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 17% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് 20% വലിയ ഹോൾഡിങ്ങും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഇവിടെ അടുത്ത സ്റ്റോക്ക് എവർഗ്രീൻ സ്റ്റോക്കായിട്ടുള്ള വരുൺ ബീവറേജസ് ലിമിറ്റഡ് ആണ്. 1990 മുതൽ പെപ്സിയുമായിട്ട് തുടരുന്ന ഇവരുടെ ബന്ധം 10-15 വർഷങ്ങളോളം തുടരാൻ സാധ്യതയുള്ള കോൺട്രാക്റ്റുകൾ ഇവർ പെപ്സിയുമായിട്ടുണ്ട്. പെപ്സിയുടെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്രാഞ്ചൈസിയാണ് വേൾഡിലെ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ 59%.
ഇന്നത് ഏകദേശം 4% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 13% ഈ സ്റ്റോക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.79 ആണ്. കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് ഇവരുടെ ഡെറ്റ് ഉപയോഗിക്കുന്നത്. ഡെറ്റ് 1 താഴെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അപകടകരമായ ഡെറ്റൊന്നും ഈ കമ്പനിയിലില്ല. മാർക്കറ്റ് ക്യാപ്പ് 1,90,000 കോടിയുള്ള വലിയൊരു കമ്പനിയാണ്. ROE 35.2, ROC 28.82 സെയിൽസ് ഗ്രോത്ത് 21%, പ്രോഫിറ്റ് ഗ്രോത്ത് 28% ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 25% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏകദേശം 4% ഹോൾഡിങ്ങും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ അടുത്ത സ്റ്റോക്ക് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കാണ്. മാക്രോടെക് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ആണ്. മുംബൈ റീജിയനിലും പൂനെ റീജിയനിലും അതുപോലെ ബാംഗ്ലൂർ റീജിയനിലും ധാരാളം റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളുണ്ട്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് 56% റിട്ടേൺ നൽകിയിരുന്നു. ഇന്നത് 3.76% ഒരു കറക്ഷനിലാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ 52 വീക്ക് ആയിൽ നിന്ന് ഇപ്പോൾ 28% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി 0.44 മാത്രമുള്ള ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് 1,16,000 കോടിയുണ്ട്. ROE 10.74, ROC 11.06. സെയിൽസ് ഗ്രോത്ത് 37%, പ്രോഫിറ്റ് ഗ്രോത്ത് 26% കാണാൻ കഴിയും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 24% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 2.96% ഹോൾഡിങ്ങും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് സൈഡസ് ലൈഫ് സയൻസസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. മുമ്പ് ഇത് കാഡില്ല ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതൊരു മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അഹമ്മദാബാദിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവർ പ്രധാനമായിട്ടും ജനറിക് ഡ്രഗ്സിൽ അതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയുള്ള റിട്ടേൺ 77%. ഇന്ന് അത് 1% കറക്ഷൻ നേരിട്ടുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ 52 വീക്ക് ഹൈയിൽ നിന്നും 19% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി 0.04 ഉള്ള ഒരു സീറോ ഡെറ്റ് കമ്പനിയാണിത്. മാർക്കറ്റ് ക്യാപ്പ് 1,00,000 മുകളിലുണ്ട്. ROE 20%, ROC 22% ഉണ്ട്. സെയിൽസ് ഗ്രോത്ത് 11%, പ്രോഫിറ്റ് ഗ്രോത്ത് 46% ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 5% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 12% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ കാണാം. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഏറ്റവും അവസാനമായിട്ട് അദാനി പോർട്ടാണ്. അപ്പോൾ അദാനി ഗ്രൂപ്പാണ് ഇസ്രായേലിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഹൈഫ പോർട്ട് ഓൺ ചെയ്യുന്നത്. മെഡിറ്ററേനിയൻ സീയിലുള്ള ഒരു പ്രധാനപ്പെട്ട പോർട്ടാണിത്. അപ്പോൾ ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ ക്ലാഷ് ഒരുപക്ഷെ ഈ പോർട്ടിൻ്റെ ഓപ്പറേഷനെ ബാധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും അത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു വർഷത്തെ റിട്ടേൺ 72% നൽകിയിട്ടുള്ള ഒരു അദാനി സ്റ്റോക്കാണിത്. ഇന്നത് ഏകദേശം 3% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 12% ഓൾറെഡി 52 വീക്ക് ഹൈയിൽ നിന്നും ഡൗൺ ആയിട്ടുണ്ട്. പൊതുവേ അദാനി കമ്പനികളിൽ നല്ല ഡെറ്റ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 താഴെയാണെന്ന് കാണാം. അതൊരു ആശ്വാസകരമായൊരു കാര്യമാണ്. മറ്റൊന്ന്, ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 3 ലക്ഷം കോടിക്ക് മുകളിലുണ്ട്. അതുപോലെ ROE 18%, ROC 12%. സെയിൽസ് ഗ്രോത്ത് 27%, പ്രോഫിറ്റ് ഗ്രോത്ത് 35% ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 15% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 12% ഈ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് തീർച്ചയായും വാച്ച് ലിസ്റ്റിൽ ഇടപെടേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 6 സ്റ്റോക്കുകൾ ഇവിടെ പരാമർശിച്ചത്. ഈ സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഫർദർ കറക്ഷൻ വേണ്ടി കാത്തിരിക്കാം. അതല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങി തുടങ്ങാം. കാരണം ഈ സ്റ്റോക്കുകളൊക്കെ എത്ര തന്നെ താഴോട്ടേക്ക് പോയാലും അത് തിരിച്ചു വരാൻ കാപ്പബിലിറ്റി ഉള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇതൊരു റെക്കമെൻഡേഷനായി എടുക്കാതെ കൂടുതൽ പഠനം നടത്തിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.